പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 28. പ്രധാന വാർത്തകൾ. UK സന്ദർശനം പൂർത്തിയാക്കി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഒമാനിലേക്ക് തിരിച്ചു. ദിവസങ്ങൾക്ക് മുമ്പാണ് സുൽത്താൻ സ്വകാര്യ സന്ദർശനത്തിനായി ബ്രിട്ടനിലെത്തിയത്. ബാങ്കിംഗ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനെന്ന പേരിൽ ഉപഭോക്താക്കളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് തട്ടിപ്പ് നടത്തിയ 4 അംഗ സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് 4 പേരെ പിടികൂടിയത്. വൺ ടൈം പാസ്വേഡ് അയച്ച് ആളുകളെ കബളിപ്പിച്ചാണ് സംഘം പണം അപഹരിച്ചിരുന്നതെന്ന് ROP പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം വിവിധ തരത്തിലുള്ള തട്ടിപ്പുകാരെ കരുതിയിരിക്കണമെന്ന് അധികൃതർ കഴിഞ്ഞ ദിവസങ്ങളിലും മുന്നറിയിപ്പ് നൽകിയിരുന്നു. കുതന്ത്രങ്ങളിലൂടെ ഇരകളെ വശീകരിക്കുന്നവർ നൂതന മാർഗങ്ങളും വാഗ്ദാനങ്ങളും നൽകുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ഉണർത്തി. വ്യക്തിഗത വിവരങ്ങൾ, അക്കൗണ്ട് ഡീറ്റെയിൽസ് തുടങ്ങിയവ ഓൺലൈൻ വഴിയോ ഫോൺ കോളുകളിലോ നൽകരുത്. പല രീതികളാണ് തട്ടിപ്പുകാർ അവലംബിക്കുന്നത്. വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ആളുകളെ സമീപിക്കുന്നു. വഞ്ചനാപരമായ കോളുകൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന ലിങ്കുകൾ, SMS വഴി അയച്ച വ്യാജ ഇലക്ട്രോണിക് വെബ്സൈറ്റുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പൊതുജനങ്ങളെ കബളിപ്പിക്കാൻ സർക്കാർ സ്ഥാപനങ്ങളെ സമർത്ഥമായി അനുകരിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മലയാളികൾ ഉൾപ്പെടെ പലർക്കും പണം നഷ്ടപ്പെട്ടിരുന്നു. ഒമാന്റെ വിവിധ ഗവർണറേറ്റുകളിൽ ഇന്ന് മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. മാർച്ച് 1 വരെ ഭേദപ്പെട്ട മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മസ്കത്ത്, തെക്കൻ ബാത്തിന, ദാഖിലിയ, വടക്കൻ ഷർക്കിയ, തെക്കൻ ഷർക്കിയ ഗവർണറേറ്റുകളിലാകും കൂടുതൽ മഴ ലഭിക്കുക. മറ്റു ചില ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട മഴ പെയ്യുമെന്നും കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി. മുസന്തൻ തീരമേഖലയിൽ തിരമാല ഉയർന്നേക്കും. 3.5 മീറ്റർ വരെ തിരമാല ഉയരാൻ സാധ്യത ഉള്ളതിനാൽ തീരദേശവാസികൾ സുരക്ഷ ഉറപ്പുവരുത്തണം. കടലിൽ പോകുന്നവർ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിരീക്ഷിക്കുകയും ചെയ്യണം. തിരമാല ശക്തമാകുന്ന സമയങ്ങളിൽ കടലിൽ പോകുന്നത് ഒഴിവാക്കണം. 10 മുതൽ 35 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നാളെ മുതൽ മാർച്ച് 3 വരെ താപനിലയിലും വലിയ കുറവുണ്ടാകും. തണുപ്പ് ശക്തമായേക്കും. അതേസമയം തിങ്കളാഴ്ച പകൽ സമയത്തുൾപ്പെടെ തലസ്ഥാനത്തടക്കം മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരുന്നു. രാത്രിയിൽ തണുത്ത കാറ്റും അനുഭവപ്പെട്ടു. കഴിഞ്ഞ ദിവസം ചിലയിടങ്ങളിൽ നേരിയ മഴ ലഭിച്ചിരുന്നു. വിവിധയിടങ്ങളിലും തണുപ്പ് ശക്തമാകുകയും ചെയ്തു. മുസന്തം ഗവർണറേറ്റിലെ പ്രധാന പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുപ്രധാന റോഡ് പദ്ധതി 40% പൂർത്തിയായി. ദിബ്ബയിൽ നിന്നാരംഭിച്ച് ലിമ വഴി കടന്നു പോകുന്ന പാത ഖസബിൽ അവസാനിക്കും. 70 കിലോമീറ്ററാണ് റോഡിന്റെ ദൈർഘ്യം. നിശ്ചിത സമയത്തിനുള്ളിൽ നിർമ്മാണവും അനുബന്ധ പ്രവർത്തനങ്ങളും പൂർത്തിയാകുമെന്നും ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മാണ പ്രവൃത്തികൾക്കും ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയവും അൽ സരൂജ് കൺസ്ട്രക്ഷൻ കമ്പനിയും 150 ദശലക്ഷം റിയാലിന്റെ കരാർ ഒപ്പുവെച്ചിരുന്നു. രാജ്യത്തെ തന്നെ വരാനിരിക്കുന്ന ഏറ്റവും വലിയ നിർമ്മാണ പ്രവൃത്തികളിലൊന്നാകും ദിബ്ബ ലിമ കസബ് പാത. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കസബിൽ നിന്ന് ലിമയിലേക്ക് 22 മിനിറ്റും ലിമയിൽ നിന്ന് ദിബ്ബയിലേക്ക് 55 മിനിറ്റും മാത്രമാകും യാത്രാസമയം. അൽ വുസ്തയിലെ വിവിധ ഗവർണറേറ്റുകളെ തമ്മിൽ റോഡ് ബന്ധിപ്പിക്കും. പാത കടന്നു പോകുന്ന ഭാഗങ്ങളിലെ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങൾ ബന്ധിപ്പിക്കുന്നതിന് പദ്ധതി ഗുണം ചെയ്യും. സീബ് വിലായത്തിലെ മബേല സൗത്തിൽ മസ്കത്ത് നഗരസഭ ഒരുക്കുന്ന പാർക്കിന്റെ നിർമ്മാണം 50% പൂർത്തിയായി. 1,52,400 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ പ്രദേശത്തെ ഏറ്റവും വലിയ പച്ചവിരിച്ച പ്രദേശമാണ് ഇവിടെ ഒരുങ്ങുന്നത്. ഈ വർഷം തന്നെ പാർക്ക് നിർമ്മാണം പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ സംവിധാനങ്ങളാണ് പാർക്കിൽ ഉണ്ടാവുകയെന്നും മസ്കത്ത് നഗരസഭ ടെക്നിക്കൽ അഫയേഴ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ മൂസ സാലിം അൽ സഖ്രി പറഞ്ഞു. ഭിന്നശേഷിക്കാർക്ക് വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിന് ഉൾപ്പെടെ പാർക്കിൽ സംവിധാനങ്ങളുണ്ടാകും. നടപ്പാത, സൈക്കിൾ പാത, നടപ്പാലം, കുട്ടികളുടെ കളിസ്ഥലം, വ്യായാമ സംവിധാനങ്ങൾ, വിശ്രമ കേന്ദ്രം, ശുചിമുറികൾ തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് പാർക്ക്. പാർക്കിനോട് ചേർന്ന് കഫേകൾ, തെരുവ് കച്ചവട സ്റ്റാളുകൾ, സ്പോർട്സ് ഫീൽഡ് തുടങ്ങിയവയും സംവിധാനിക്കും. സർക്കാർ സ്വകാര്യ മേഖലയുടെ സംയുക്ത സഹകരണത്തോടെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ കൂടുതൽ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയാണ് മസ്കത്ത് നഗരസഭ ലക്ഷ്യം വെക്കുന്നതെന്നും മൂസ സാലിം അൽ സഖ്രി പറഞ്ഞു. സൂറിൽ ആഘോഷത്തിര തീർത്ത് ഒമാനി മാരിടൈം ഹെറിറ്റേജ് ഫെസ്റ്റിവലിന്റെ 2ാം എഡിഷൻ. സൂർ നഗരവും ഷർക്കിയയിലെ ഗ്രാമങ്ങളും ഉത്സവാന്തരീക്ഷ
ആഘോഷത്തിലാണിപ്പോൾ. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഫെസ്റ്റിവലിന്റെ വ്യത്യസ്ത പരിപാടികളാണ് സൂറിൽ അരങ്ങേറുന്നത്. തീരത്തോട് ചേർന്നും സമീപ പ്രദേശങ്ങളും തുടരുന്ന വേറിട്ട ആഘോഷങ്ങൾ മാർച്ച് 9 വരെ സന്ദർശകർക്ക് ആസ്വദിക്കാം. സമുദ്ര സഞ്ചാരങ്ങളുടെ ചരിത്രമുറങ്ങുന്ന സൂറിൽ ഇവിടുത്തെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും അടയാളപ്പെടുത്തും വിധമാണ് ഫെസ്റ്റിവൽ ഒരുക്കിയിരിക്കുന്നത്. സമുദ്ര പൈതൃക ഗ്രാമം, സമുദ്ര പൈതൃക കരകൗശല വസ്തുക്കൾക്കായി സമർപ്പിച്ചിരിക്കുന്ന കോർണർ, കടൽ യാത്രകളുടെ അനുകരണം എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. പരമ്പരാഗത കടൽ യാത്രയുടെ അനുകരണവും ഒമാനി കപ്പലുകളുടെ യാത്രയും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും കയറ്റുന്നതിനുമുള്ള സംവിധാനവും ഫെസ്റ്റിവലിൽ അവതരിപ്പിക്കുന്നുണ്ട്. വയനാട് സ്വദേശി ഒമാനിൽ നിര്യാതനായി മാനന്തവാടി പുൽപ്പള്ളി തവിന്നാൽ വലയംപള്ളിയിൽ വർഗീസിന്റെ മകൻ ജോമോൻ വർഗീസാണ് റുസ്താക്കിൽ മരണപ്പെട്ടത്. ദീർഘകാലമായി ഒമാനിൽ പ്രവാസിയാണ്. സ്വകാര്യ ആശുപത്രിയിൽ മെയിൽ നഴ്സായിരുന്നു. റുസ്താഖ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭൗതിക ശരീരം തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ആഗതമാകുന്ന വിശുദ്ധ റമസാൻ ഹൃദയശുദ്ധിയോടെ വരവേൽക്കണമെന്നും കാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ കാഴ്ചപ്പാടുള്ള KMCC അതിനു മുന്നിട്ടിറങ്ങണമെന്നും പാണക്കാട് അബ്ദുൽ ഖയ്യൂം ശിഹാബ് തങ്ങൾ പറഞ്ഞു. സലാല ടൗൺ KMCCയുടെ അഹ്ലൻ റമസാൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ. മസ്ഊദ് മൗലവി തുഹ്ഫി മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ അവസാന ഘട്ടത്തിലെന്ന് റിപ്പോർട്ട്. കരാർ സംബന്ധിച്ച് ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ധാരണയിലെത്തിയതായും അടുത്ത മാസം ആദ്യത്തോടെ കരാർ ഒപ്പുവെച്ചേക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഉഭയകക്ഷി വ്യാപാരത്തിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിവെക്കുന്നതായിരിക്കും സ്വതന്ത്ര വ്യാപാര കരാർ. ഇറക്കുമതി തീരുവ ഒഴിവാക്കുന്നതോടെ ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനും വ്യാപാരം ശക്തിപ്പെടുത്താനും അവസരമൊരുങ്ങും. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സന്ദർശന വേളയിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കുന്നത് സംബന്ധിച്ച് വിശദമായ ചർച്ച നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് തുടർ നടപടികൾക്ക് വേഗത കൂടിയത്. ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്ക് കോടികളുടെ ചരക്കുകൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. സുഹാറിൽ 35 വർഷമായി ബിസിനസ് രംഗത്തുള്ള അലുമിനിയം ഉണ്ണിയേട്ടൻ എന്ന് വിളിക്കുന്ന കണ്ണൂർ മാവിലായി 3-ാം പാലം എളമന സ്വദേശി പ്രശാന്ത് ഭവനത്തിൽ പ്രകാശ് മുകുന്ദൻ ഹൃദയാഘാതം മൂലം നിര്യാതനായി. സുഹാർ മേഖലയിൽ കലാനാടക സാമൂഹിക രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിയായിരുന്നു പ്രകാശ്. വലിയ സൗഹൃദ വലയം കാത്തു സൂക്ഷിക്കുന്ന പ്രകാശിന്റെ വിയോഗം വലിയ വേദനയാണ് സുഹാറിലെ പ്രവാസികളിൽ സൃഷ്ടിച്ചത്. കരുണ സുഹാർ, ആക്ടേഴ്സ് ലാബ് തുടങ്ങിയ കലാ സാംസ്കാരിക പ്രവർത്തന മേഖലയിൽ സജീവമായിരുന്നു പ്രകാശ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.